അന്യസംസ്ഥാന തൊഴിലാളികളുടെ അന്യായമായ കൂലി വർധനവിനെതിരെ ഉഴവൂരിൽ പ്രൈവറ്റ് ബിൽഡിംഗ് കോൺട്രാക്ടർമാരുടെ നേതൃത്വത്തിൽ പ്രതിഷേധം നടത്തി. കെട്ടിട നിർമ്മാണ മേഖല മുൻപെങ്ങുമില്ലാത്ത വിധം കടുത്ത പ്രതിസന്ധിയിലേക്ക് കൂപ്പുകുത്തുകയാണെന്ന് സമരക്കാർ പറഞ്ഞു. സംസ്ഥാനത്തെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ നിർണായക പങ്ക് വഹിക്കുന്ന ഇതര സംസ്ഥാന തൊഴിലാളികൾ ഒത്തുചേർന്ന് അന്യായമായ കൂലി വർധനവ് ആവശ്യപ്പെടുന്നതാണ് പുതിയ പ്രതിസന്ധിക്ക് കാരണം. അസം, ബംഗാൾ തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് തിരിച്ചെത്തിയ തൊഴിലാളികൾ പെട്ടെന്ന് കൂലി ഉയർത്തിയത് കരാറുകാരെയും സാധാരണക്കാരായ കെട്ടിട ഉടമകളെയും ഒരേപോലെ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. ഓരോ ജില്ലയിലും സർക്കാർ നിശ്ചയിച്ച തുകയിലും അധികമാണ് നിർമ്മാണ മേഖലയിലെ മേസ്തിരി, ഹെൽപ്പർ തുടങ്ങിയവർ ആവശ്യപ്പെടുന്നത്. നിലവിൽ മേസ്തിരി 1000, ഹെൽപ്പർ 850 എന്ന നിലയിലാണ് കൂലി. എന്നാൽ ഇപ്പോൾ മേസ്തിരി 1800, ഹെൽപ്പർ 1500 എന്നീ നിലയിൽ കൂലി വേണമെന്നാണ് ഇതര സംസ്ഥാന തൊഴിലാളികൾ ആവശ്യപ്പെടുന്നത്. പ്രൈവറ്റ് ബിൽഡിംഗ് കോൺട്രാക്ടർ അസോസിയേഷൻ പ്രസിഡന്റ് ഷിജു തൊട്ടിയിൽ, സ്റ്റീഫൻ കൊല്ലപ്പിള്ളിൽ, സന്തോഷ് ആറുകാക്കൽ, മനു കോങ്ങട്ടുകുന്നേൽ, ബിജു കോട്ടയിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. നിർമ്മാണ മേഖല ഇന്ന് കടുത്ത പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. നമുക്കറിയാം, നമ്മുടെ ഇവിടെ എല്ലാവരും തന്നെ കൂടുതലായിട്ട് അന്യസംസ്ഥാന തൊഴിലാളികളെ ആശ്രയിച്ചാണ് നമ്മുടെ ഇവിടുത്തെ ജോലികളെല്ലാം തന്നെ പോകുന്നത്. നിർമ്മാണ മേഖലയിൽ കുറച്ചു കാലമായിട്ട് നമുക്കറിയാം, ഇവര് അന്യസംസ്ഥാന തൊഴിലാളികളായിട്ടുള്ള ആൾക്കാർ എല്ലാവരും തന്നെ കഴിഞ്ഞ ഇലക്ഷനും അതുപോലെ അവരുടെ പെരുന്നാളും ഒക്കെയുള്ള സമയങ്ങളിൽ അവരവരുടെ നാടുകളിലേക്ക് പോവുകയുണ്ടായി. അതിനുശേഷം തിരിച്ചെത്തിയ ആൾക്കാർ അല്ലെങ്കിൽ ഇവിടെ നിന്ന ആൾക്കാരെല്ലാം കൂലി വളരെ വലിയ തോതിലുള്ള വർധനമാണ് നടത്തിയിരിക്കുന്നത്. നമുക്കറിയാം, നമ്മളിവിടെ കൊടുത്തുകൊണ്ടിരുന്നതിൽ നിന്നും ഒരു ദിവസം 500 രൂപ, 400 രൂപ മുതൽ 500 രൂപ വരെയുള്ള ഒരു കൂലി വർധനമാണ് ഇവരിപ്പോൾ ഇവിടെ നടത്തിയിരിക്കുന്നത്. അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു രീതിയിൽ ഞങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ പറ്റുന്ന ഒരു സാഹചര്യമുള്ളത്. കരാറുകാരായിട്ടുള്ള എല്ലാവർക്കും വളരെ പ്രതിസന്ധിയുള്ള ഒരു സമയമാണ് ഇതുകൊണ്ട്. അപ്പം ഒരു നോർമലായിട്ട് ചെറിയ തോതിലുള്ള ഒരു കരാർ നടത്തുന്ന ആൾക്കാരുടെ കീഴിൽ വരെ ഒരു 15, 20 ഒക്കെ തൊഴിലാളികൾ കാണും. അപ്പം ഇവരുടെ ഒരു 500 രൂപ എന്ന് പറയുന്ന വർധന എന്ന് പറയുന്നത് ഒരു ദിവസം തന്നെ ഒരു 10,000 രൂപയോളം വരുന്ന ഒരു വർധനമാണ് വന്നിരിക്കുന്നത്. അതൊരു മാസത്തിലേക്ക് എത്തുമ്പം 2-3 ലക്ഷം രൂപയുടെ വർധനമാണ്. ഒരു കാരണവശാലും ഞങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങൾക്ക് അത് അംഗീകരിച്ച് മുമ്പോട്ട് പോകാൻ പറ്റിയല്ല. i4 ന്യൂസ്, ഏറ്റുമാനൂർ.